ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് ഇന്ത്യ എന്തൊക്കെയാണോ ഉദ്ദേശിച്ചത് അതൊക്കെ നടന്നു. അതിനുശേഷമുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അവർക്ക് പല വിധത്തിലുള്ള പല രീതിയിലുള്ള അവകാശവാദങ്ങളാണ് ഈ അടുത്ത സമയത്ത് കണ്ടത്. അവിടെ ആഹ്ലാദം ങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഒരുപാട് പേര് ആഹ്ലാദിച്ചുകൊണ്ട് റോഡിലിറങ്ങിയും അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട് വീഡിയോയിലൂടെ. അപ്പോൾ എന്താണ് നമുക്ക് പറയാനുള്ളത്? അതെ, തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ വിഭാവനം ചെയ്തത് പാകിസ്ഥാൻ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ച് നശിപ്പിക്കുക. അതായത് കണ്ടഹാർ വിമാനറാഞ്ചൽ മുതൽ പുൽവാമ, ഈ അടുത്തിടയ്ക്ക് നടന്ന മുംബൈ ഭീകരാക്രമണം, ഇങ്ങനെ പലയിടങ്ങളിലും ഇന്ത്യയിലേക്ക് വന്ന തീവ്രവാദികളെ പരിശീലിപ്പിച്ച 9 തീവ്രവാദ കേന്ദ്രങ്ങൾ, ജെയ്ഷയുടെയും മറ്റും ലഷ്കറുടെയും മറ്റും തീവ്രവാദ കേന്ദ്രങ്ങൾ തിരഞ്ഞുപിടിച്ച് അവിടെ ബോംബിടുക എന്നായിരുന്നു ഒന്നാം ഘട്ടം ആക്രമണത്തിന് ശേഷം നടന്ന ഡീബ്രീഫിൽ തന്നെ നമ്മൾ കൃത്യമായി പറയുകയുണ്ടായി, ഈ ആക്രമണം പാകിസ്ഥാൻ സൈന്യത്തിന് നേരെയോ പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിന് നേരെയോ അല്ല, പകരം തീവ്രവാദികൾക്കും തീവ്രവാദ കേന്ദ്രങ്ങൾക്കും എതിരെയാണെന്ന്. അതിനുശേഷം തന്നെ സൈന്യം വ്യക്തമാക്കിയിരുന്നു, നമ്മൾ വീണ്ടും ഇത് നമ്മുടെ സൈഡിൽ നിന്ന് എസ്കലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ നമ്മുടെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയോ ആർമിയുടെ നേരെയോ ഏതെങ്കിലും രീതിയിൽ ആക്രമണം ഒഴിച്ചിടുകയാണെങ്കിൽ തിരിച്ചടിക്കും എന്ന് തന്നെയാണ്. ഒന്നാം ദിവസത്തെ ആക്രമണത്തിന് ശേഷം ഇന്ന് സൈന്യം പറഞ്ഞതുപോലെ അന്ന് രാത്രി പാകിസ്ഥാൻ നമ്മുടെ പഞ്ചാബിലും മറ്റ് സ്ഥലങ്ങളിലും ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഒഴിച്ചുവിട്ടു. അതിന് പകരമായി അന്ന് രാത്രി തന്നെ പാകിസ്ഥാൻ്റെ വിവിധ കേന്ദ്രങ്ങളെ ആക്രമിക്കുകയും അവരുടെ റഡാറുകൾ, പ്രത്യേകിച്ച് വിമാനങ്ങളും നമ്മുടെ സൈനിക വിമാനങ്ങൾ ഇവിടുന്ന് പറന്നു വരുന്ന സമയത്ത് തിരിച്ചറിയാൻ സാധിക്കുന്ന ചില റഡാർ കേന്ദ്രങ്ങൾ പാകിസ്ഥാനിലുണ്ട്. അത്തരം കേന്ദ്രങ്ങളെ രണ്ടാം ദിവസം നമ്മുടെ സൈന്യം ലക്ഷ്യമിടുകയും അതിനെ തകർക്കുകയും ചെയ്തു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം വീണ്ടും പാകിസ്ഥാൻ കൂടുതൽ ശക്തമായി മിസൈലുകളും മറ്റ് ഡ്രോണുകളും ഒക്കെ ആയിട്ട് വീണ്ടും ആക്രമണം ഒഴിച്ചിട്ടു. ഇത്തവണ കൂടുതൽ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാൻ്റെ ആക്രമണം. അതുകൊണ്ട് തന്നെ സൈനിക കേന്ദ്രങ്ങളെയും ആക്രമിച്ചു. അതെ, അതുകൊണ്ട് തന്നെ ഇനി അടുത്ത തവണ കൂടുതൽ ശക്തമായി ആക്രമിക്കുകയും ഇത്തവണ പാകിസ്ഥാൻ്റെ ആർമി ബേസുകളെയും അവരുടെ വിമാനങ്ങൾ പറന്നുയരാൻ ഉപയോഗിക്കുന്ന റൺവേകൾ, ഇത്തരം സ്ഥലങ്ങളിലെയും ചില വീഡിയോകളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ജോഗ്രഫി, മലകളുടെ പൊസിഷൻ, മലയുടെ ചിത്രമൊക്കെ വെച്ച് മാച്ച് ചെയ്യുന്ന വെച്ചിട്ട് പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റികളുടെ മുൻപിൽ വരെ ഇന്ത്യ മൂന്നാമത്തെ ദിവസം ബോംബിട്ടിട്ടുണ്ട് എന്ന കാര്യം, അല്ലെങ്കിൽ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. ഇതോടൊപ്പം തന്നെ, അതായത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യൻ നേവി കറാച്ചിക്കടുത്തേക്ക് മാറുകയും കറാച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ ആക്രമിക്കാൻ പറ്റുന്ന രീതിയിൽ ഒഫൻസീവായിട്ട് തന്നെ അഗ്രസീവായിട്ടുള്ള പൊസിഷനിൽ ഇന്ത്യൻ നേവി നിലയുറപ്പിക്കുകയും ചെയ്തു. അതായത് നമ്മൾ 3 ദിവസങ്ങൾ കൊണ്ട് സാധിച്ചെന്താണെന്ന് വെച്ചാൽ, ആദ്യം പറഞ്ഞതുപോലെ തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു, പാകിസ്ഥാൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും കണ്ടെത്തുകയും നശിപ്പിക്കുകയും ചെയ്തു മിക്കയിടങ്ങളിലും. മാത്രവുമല്ല, നേവി ശക്തമായ രീതിയിലൊരു ആക്രമണത്തിന് തയ്യാറായി നിൽക്കുകയും ചെയ്തു. അതായത് വീണ്ടും പാകിസ്ഥാൻ ഈ പ്രശ്നം എസ്കലേറ്റ് ചെയ്യുകയാണെങ്കിൽ 4-ാമത്തെയോ 5-ാമത്തെയോ ദിവസങ്ങളിൽ ഇന്ത്യൻ എയർഫോഴ്സിന് അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് കടന്നു പോകാനും ഇന്ത്യക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അവരുടെ സൈനിക കേന്ദ്രങ്ങൾ, ആണവായുധ കേന്ദ്രങ്ങൾ, അങ്ങനെ ഏത് സ്ഥലത്തും ആക്രമണം നടത്താൻ മാത്രം തയ്യാറായ രീതിയിൽ എയർഫോഴ്സും അതേപോലെ തന്നെ കറാച്ചി പോലുള്ള സ്ഥലങ്ങളിൽ ആക്രമിക്കാൻ പറ്റുന്ന രീതിയിൽ നേവിയും നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിലാണ് അതായത് നമ്മൾ കൃത്യമായി ആലോചിക്കേണ്ട ഒരു കാര്യം, പാകിസ്ഥാൻ സൈന്യം അവരുടെ DGMO ഇന്ത്യയെ വിളിക്കുകയും നമ്മുടെ DGMOയോട് വിളിച്ചിട്ട് വെടിനിർത്താൻ തയ്യാറാണ് എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം തൊട്ടേ ഇന്ത്യ പിന്തുടരുന്നൊരു പോളിസി, ഞങ്ങളുടെ ലക്ഷ്യം തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയായിരുന്നു, അത് ഞങ്ങൾ ആക്രമിച്ചു, ഇനി നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾക്ക് വെടിനിർത്താൻ സൗകര്യമുള്ളപ്പോൾ നിങ്ങൾ ഇനി ഇന്ത്യയുടെ ആക്രമണത്തിന് മുതിരില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആണെന്ന് മനസ്സിലാവുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തേക്ക് വന്നോളൂ, നിർത്തിക്കൊള്ളാമെന്നായിരുന്നു ഇന്ത്യ പറഞ്ഞിരുന്നത്. അതിൻ്റെ ചെയ്തു, പാകിസ്ഥാൻ വന്നു, ഇന്ത്യ അത് അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം വീണ്ടും ചില ഡ്രോൺ ആക്രമണങ്ങൾ, നമുക്കറിയില്ല അത് പൂർണ്ണമായും പാകിസ്ഥാൻ തന്നെ ചെയ്യുന്നതാണോ അതോ പാകിസ്ഥാൻ മിലിറ്ററിയുടെ ഏതെങ്കിലും റോഗ് എലമെൻറ്റ്സ് ചെയ്തതാണോ എന്നൊന്നും വ്യക്തമല്ല. പക്ഷേ ഇന്ന് സൈന്യം വീണ്ടും വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യം, ഇന്നത്തെ ഡീബ്രീഫിൽ വളരെ കൃത്യമായി നാവികസേനാ മേധാവിയും നമ്മുടെ കരസേനാ മേധാവിയും പറഞ്ഞൊരു കാര്യമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചോ, ഇനി എന്താണ് നടപടി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ നേവി ഇപ്പോഴും കറാച്ചിക്ക് തൊട്ടടുത്ത് കറാച്ചിയിലെ ഏത് സ്ഥലങ്ങൾ വേണമെങ്കിലും ആക്രമിക്കാൻ പറ്റുന്ന രീതിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അത് പാകിസ്ഥാന് വ്യക്തമായൊരു താക്കീതാണ്. ഇത്തവണ വീണ്ടും ഇന്ത്യക്ക് നേരെ ഒരു ആക്രമണത്തിന് മുതിരുകയോ
ഏതെങ്കിലും രീതിയിൽ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുകയോ ചെയ്താൽ അടുത്ത ആക്രമണം ഉണ്ടാകുന്നത് നേവിയിൽ നിന്നാണ് എന്ന കാര്യം വളരെ കൃത്യമായി ഇന്ന് ഡീബ്രീഫിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇത് ആദ്യത്തെ ദിവസം മുതൽ ഇന്ന് വരെ നടന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ആണവായുധ ശക്തിക്ക് മേൽ ഇന്ന് വരെ എനിക്ക് തോന്നുന്നില്ല ആണവായുധമുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തിന് മേൽ മറ്റൊരു രാജ്യം പൂർണ്ണമായി ആക്രമണം നടത്തുകയും അവരുടെ സൈനിക കേന്ദ്രങ്ങൾ, അവരുടെ റഡാർ കേന്ദ്രങ്ങൾ, അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങൾ അങ്ങനെ എല്ലാം നശിപ്പിച്ച് പൂർണ്ണമായും മേൽക്കോയ്മ നേടുന്ന രീതിയിലൊരു വിജയം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്.